അപ്പോൾ 2026 JEE ഫസ്റ്റ് സെഷന്റെ നമ്മുടെ പെർസെന്റൈൽ സ്കോർ പ്രഖ്യാപിച്ചപ്പോൾ നല്ല അടിപൊളി ഒരു സ്കോർ കരസ്ഥമാക്കി നിരഞ്ജൻ ജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു മിടുക്കനാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ബുർലിയൻ സ്റ്റഡീസ് സെന്ററിലെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ്. KE മാന്നാനത്താണ് അദ്ദേഹം പഠിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നിരഞ്ജന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ മോൻ പ്രതീക്ഷിച്ച ഒരു സ്കോർ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്ത് ഫീൽ ചെയ്യുന്നു ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയപ്പോ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഓക്കെ, എനിക്ക് ഇത്രയും സ്കോർ നമ്മൾ തിരിച്ചു വന്നിട്ട് ആൻസർ കീ ഒക്കെ വെച്ച് നോക്കിയപ്പോ ഏകദേശം എത്രയായിരുന്നു? ഏകദേശം ഒരു 250 റേഞ്ച് ആയിരുന്നു പ്രതീക്ഷിച്ചത്. ഇച്ചിരൂടെ കിട്ടി ഒരു 4 മാർക്ക് കൂടി കിട്ടിയ. ഓക്കെ, അപ്പം ഇപ്പൊ വീട്ടില് അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു ഈ മാർക്ക് സ്കോർ അറിഞ്ഞു കഴിഞ്ഞപ്പോ? വീട്ടിലെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി. അതെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോ നിരഞ്ജനെ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിരഞ്ജനെ ഒന്ന് കൂടുതലായിട്ട് ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ 6ാം ക്ലാസ് മുതൽ KE സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 8ാം ക്ലാസ് മുതൽ ബ്രില്യൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ട്. എൻ്റെ വീട് തെള്ളകത്താണ്, കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയനുണ്ട്. അച്ഛൻ ബാംഗ്ലൂർ ITC എന്ന് പറഞ്ഞ കമ്പനിയിൽ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ പേര് ജിനു. അമ്മയുടെ പേര് മഞ്ജു. MG യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അനിയൻ മുകുന്ദൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. KE തന്നെ. ഓക്കെ, സോ മോൻ പറഞ്ഞു 6th സ്റ്റാൻഡേർഡ് തൊട്ട് KE മാന്നാനത്തുണ്ട്. 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് വന്ന് എത്തി നിൽക്കുകയാണ് അല്ലെ? അപ്പൊ ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള മോന്റെ ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം ആയിരിക്കുമല്ലോ JEE ഇത്ര നല്ല സ്കോർ വാങ്ങാ എന്ന് പറയുന്നതും ആ ഒരു ഇത്ര നാളത്തെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു മോൻ ആ ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ? എങ്ങനെയൊക്കെയായിരുന്നു മോന്റെ ആ ഒരു ഹാർഡ് വർക്ക് ഫേസും ഒരു കഷ്ടപ്പാടും പഠനവും ഒക്കെ? എങ്ങനെയാണ് ഇത്രയൊരു നല്ല സ്കോറിൽ എത്തിച്ചത്? എങ്ങനെയാ? ഞാൻ 8th മുതൽ 10th വരെ ഓൺലൈൻ ആയിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ. അതില് ഞാൻ എക്സാംസിന് നമ്മള് പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ പഠിച്ചു പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. 9th കുറച്ചുകൂടെ സീരിയസ് ആയി, ശരിക്കും പഠിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ നോർമലി പഠിക്കുന്ന അത്രയും പഠിച്ചാൽ പോരാ എന്നൊരു ഐഡിയ വന്നു അല്ലേ? 10th ബ്രില്യന്റെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി, ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് എഴുതി. അതിന്റെ ശേഷം 11th 12th IIT ബാച്ചിൽ ജോയിൻ ചെയ്തു. BSOയില് 2nd റാങ്ക് കിട്ടിയ ഒരാളും കൂടെയാണ് അല്ലെ ഈ ഇരിക്കുന്നത്. സോ അപ്പം അത്യാവശ്യം എന്താ പറയാ, ഇതുപോലത്തെ എക്സാംസിലൊക്കെ, എൻട്രൻസ് എക്സാമുകളിലൊക്കെ നല്ല സ്കോർ കിട്ടിയ ഒരു കുട്ടി തീർച്ചയായിട്ടും ഇത്രയും സ്കോർ കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. ആൻഡ് മോന്റെ ഒരു എപ്പോ തൊട്ട് വന്നൊരു ആഗ്രഹമായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചാൽ കൊള്ളാം എന്ന് എപ്പോഴാണ് മോന് തോന്നി തുടങ്ങിയത്? എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തത് 10th എനിക്ക് IIT ബാച്ചിൽ ജോയിൻ ചെയ്യണോ എയിംസ് ബാച്ചിൽ ജോയിൻ ചെയ്യണോ സംശയമായിരുന്നു. പക്ഷെ ബയോളജി പാടായതുകൊണ്ടാണ് ഞാൻ IIT ബാച്ചിൽ. ബയോളജി പണ്ടേ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായോ? മനസ്സിലായി. അത് കാരണമാണ്. അപ്പൊ താല്പര്യമുള്ള സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നോ കുറച്ചുകൂടി ഈസി ആയിട്ട് മോന്? ഫിസിക്സും മാത്സും ഒക്കെ ആയിരുന്നു താല്പര്യം. അപ്പൊ അങ്ങനെയാണ് എന്നാ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് ചിന്തിച്ചല്ലേ? യെസ്. അപ്പൊ ഈ JEE ഫസ്റ്റ് സെഷൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പോ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ 2026 എഞ്ചിനീയറിംഗ് എക്സാമിന് അല്ലെ? അതായത് ഇപ്പൊ കെമിസ്ട്രിയിൽ ഒരു ചേഞ്ച് വന്നു, മാത്സ്, ഫിസിക്സ് എല്ലാം. ഏത് രീതിയിലായിരുന്നു ഇത്തവണത്തെ എക്സാമിന് മോൻ അറ്റൻഡ് ചെയ്തപ്പോ ഫീൽ ചെയ്തത്? എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർഡറിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. പേപ്പർ തുടങ്ങിയപ്പോ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യമേ കുറച്ച് ടഫായിട്ട് തോന്നി, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ കുഴപ്പമില്ലാതെ പോയി. അത്യാവശ്യം നല്ല രീതിയിൽ എക്സാം എഴുതി കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഓക്കെ, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ള ഫീലിലാണോ ഇറങ്ങി വന്നപ്പോ അത്രയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് എല്ലാവർക്കും പാടായിരുന്നു. അപ്പൊ അത്രയ്ക്കും പ്രശ്നമില്ലായിരുന്നു മനസ്സിലായി. അതെ. അപ്പൊ അതായത് എല്ലാരും ചിലർ വിചാരിക്കും ചില എക്സാംസ് ചില ഷിഫ്റ്റ് എളുപ്പമായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സ്കോർ കിട്ടണമെന്നില്ല അല്ലെ? ചില ഷിഫ്റ്റ് ഭയങ്കര ടഫായിരുന്നു എന്നാൽ അവർക്ക് കുറഞ്ഞു പോകണമെന്നില്ല. ഇത് എല്ലാതിന്റെയും നോർമലൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ഇതായിരിക്കുമല്ലോ വരുന്നത്. യെസ്. അപ്പോ ആരായിരിക്കും മോന്റെ ഒരു ഇൻസ്പിറേഷൻ? അതായത് ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എന്റെ ഈ ജേർണി ഇൻസ്പയർ ചെയ്ത ഒരാളുണ്ട്, അതിപ്പോ ഫാമിലി മെമ്പർ ആവാം, പുറത്തുള്ള ഒരാളാവാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അമ്മയാണ് ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. യെസ്. അമ്മ ഇങ്ങനെ പഠിക്കാനായിട്ട്
ഒരു സപ്പോർട്ട് എല്ലാം പേരൻസ് തന്നെയാണ് തരുന്നത്. യെസ്. അപ്പം ഡേ സ്കോളർ ആണ് ഓൾറെഡി അല്ലെ? Scholar ആണ്. അപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഫുൾ പഠനവും. അപ്പൊ അച്ഛനും അമ്മയൊക്കെയാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് മോന്റെ അടുത്ത് നീ മോന്റെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത്. അതെ. അപ്പൊ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു മോനെ ആ ഒരു സപ്പോർട്ട്? ഏത് രീതിയിലായിരുന്നു അമ്മയുടെ സപ്പോർട്ട്? കൂടെ പഠിക്കുക അല്ലെങ്കിൽ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നോ അതോ മെന്റലി എങ്ങനെയായിരുന്നു അമ്മയുടെ ഒക്കെ ഒരു സപ്പോർട്ട്? മെന്റലി സപ്പോർട്ട് ചെയ്യുന്നതാണ്. പഠിക്കാൻ കുറച്ച് ഫ്രീഡം തരും. നമ്മളിങ്ങനെ പ്രഷറിലൊന്നും ഇടാതിരുന്നു. ശരിക്കും അത് വലിയ വലിയ ഹെൽപ്പായിരുന്നു. കൂടുതലും മെന്റൽ സപ്പോർട്ടാണ്. നമുക്ക് ഒരു എക്സാമിന് ഇപ്പൊ കുറച്ച് സ്കോർ കുറഞ്ഞു പോയാലും കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തന്ന് പ്രശ്നമില്ല, നല്ലപോലെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. മോന് ഈ ഡേ സ്കോളർ ആകുമ്പം സ്വാഭാവികമായിട്ടും ചിലരുണ്ട് ഹോസ്റ്റലിൽ വന്നിരുന്ന് ആ ഒരു ടൈം ഷെഡ്യൂളിൽ പഠിച്ചിട്ടാണ് മാർക്ക് നേടിയെന്ന് ചിലർക്ക് തോന്നാം. വീട്ടിൽ നിന്ന് പഠിച്ചാൽ ഈ ഉദ്ദേശിച്ച സ്കോർ എനിക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരുണ്ട്. അപ്പൊ മോൻ എങ്ങനെയായിരുന്നു ആ ഒരു പഠനം ചാർട്ട് ചെയ്തോണ്ടിരുന്നത്? വീട്ടിലാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഇല്ലേ? ഫോൺ ഉണ്ടാവാം, ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവാം, നാട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവാം. മോൻ എങ്ങനെയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി എങ്ങനെയായിരുന്നു മോന്റെ പഠനം? നിരഞ്ജന്റെ ആ ഒരു പഠനം ഈ ഒരു കറക്റ്റ് വേയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ 11th തുടങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചു 2 വർഷത്തേക്ക് IIT കിട്ടിയിട്ടേ ഉള്ളൂ, വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ല. 2 കൊല്ലത്തേക്ക് ഞാൻ എല്ലാം അങ്ങ് തൽക്കാലം സാക്രിഫൈസ് ചെയ്യാന്നുള്ളത് ഓർത്തോ? അപ്പോ അത് പേരൻസ് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ഫാമിലി ഫംഗ്ഷൻ ഒന്നും അങ്ങനെ വരാൻ 2 വർഷത്തേക്ക് പറ്റില്ല. അതുകൂടാതെ വീട്ടില് എനിക്ക് IIT പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഒക്കെ മാറ്റി വെക്കാൻ പറ്റുന്നത്ര നോക്കി. ആ ഒരു എന്താ പറയാ നല്ല ധൈര്യത്തോടു കൂടെ തന്നെ അത്രയും എന്താ പറയാ ഫംഗ്ഷൻസ് വേണ്ട എന്നുള്ള ധൈര്യപൂർവ്വം മാറ്റി വെച്ചുകൊണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ. IIT ആണെന്ന് പറഞ്ഞു. ഏത് IIT ആ താല്പര്യം? IIT ബോംബെ ആണ് താല്പര്യം. IIT ബോംബെ ആണ് താല്പര്യം. ഏത് ബ്രാഞ്ചിലേക്കാണ് താല്പര്യപ്പെടുന്നത്? CS ബ്രാഞ്ചാണ് താല്പര്യം. CS ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിരഞ്ജൻ അറിയാം +2 ബോർഡ് എക്സാം വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ഒരു എന്താ പറയാ എഞ്ചിനീയറിംഗ് ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം ടെൻഷൻ ഒക്കെ അടിക്കേണ്ട ഒരു സമയമാണ്. ബോർഡ് എക്സാം എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് എങ്ങനെ പഠിക്കും, അങ്ങനെ ടെൻഷൻ അടിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ആ ടെൻഷൻ ഒന്നും ഇല്ലാണ്ടാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്തരത്തിലാണ് ഇപ്പൊ നമ്മുടെ സ്റ്റഡീസ് ഇപ്പൊ ബെർലിനിലെ കോച്ചിങ് ആണെങ്കിലും ഇവിടുത്തെ കോച്ചിങ് ആണെങ്കിലും എങ്ങനെയാണ് മോനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എങ്ങനെയാ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ശരിക്കും 2 സൈഡിൽ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് സ്കൂൾ എക്സാംസ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ബില്ലിന്റെ ഇപ്പോൾ ജെയ് വന്നപ്പോഴത്തേക്കും കൂടുതൽ ജെയ്ക്ക് ഫോക്കസ് ചെയ്തൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പം ബില്ലിനിലെ ഏത് കാര്യത്തിലായിരിക്കും മോന് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട എന്റെ ഈ ഒരു സ്റ്റഡീസിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കാര്യമായിരിക്കാം? കാര്യം നിങ്ങൾക്കറിയാം +2 എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, പഠിക്കുന്ന രീതികളും വ്യത്യാസമുണ്ട്. എൻട്രൻസ് എക്സാമിന് പഠിക്കുമ്പോൾ കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ മോനെ. എങ്ങനെയാണ് നിരഞ്ജൻ അത് ഹാൻഡിൽ ചെയ്ത്? അത് ഏത് രീതിയിലാണ്? അപ്പൊ ഇങ്ങനെ ഒന്ന് പഠിച്ചപ്പോ എനിക്ക് ബില്ലിനിൽ ഈ ഒരു കാര്യത്തിനാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് പഠിക്കാൻ സാധിച്ചത് എങ്ങനെയാ നിരഞ്ജൻ അങ്ങനെ തോന്നുന്നത് കാര്യമായിരിക്കും? ബില്ലിന്റെ എക്സാംസ് ആണ് ഏറ്റവും എനിക്ക് നന്നായിട്ട് തോന്നിയത്. നമ്മള് കുറെ എക്സാംസ് ഉണ്ട്, എക്സാംസ് എല്ലാം എഴുതുമ്പോൾ എക്സാമിലൂടെ തന്നെ റിവിഷൻ ആകാറുണ്ട്. അതുകൂടാതെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും പ്രൊഫസേഴ്സ് വരാറുണ്ട്, പ്രൊഫസേഴ്സ് നല്ലപോലെ പഠിപ്പിക്കാറുണ്ട്. മോന്റെ നമ്മുടെ ബില്ലിനിലെ ക്ലാസ് ടീച്ചർ ആരാ? എന്റെ ക്ലാസ് ടീച്ചർ ജോസഫ് സാറാണ്. ജോസഫ് സാറാണ്. ഓക്കെ. ജോസഫ് സാറിന്റെ ഒക്കെ സപ്പോർട്ട് ഏത് രീതിയിലായി? ഇപ്പൊ ഔട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് നിൽക്കേണ്ട ഒരാളാണ്. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരാളായിരിക്കണമല്ലോ. അപ്പൊ എങ്ങനെയാണ് ജോസഫ് സാറിന്റെ ഒരു സപ്പോർട്ടും? ജോസഫ് സാർ നല്ല സപ്പോർട്ടാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ എങ്ങനെയും മാർക്ക് കുറവല്ലോ ആയിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. കൂടുതലും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ അറേഞ്ച് ചെയ്യാനും എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ, കൂടെ ഉണ്ട്. യെസ്. അപ്പൊ ഇപ്പൊ ജെയ്മീൻ സെഷൻ 2 വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സെഷൻ എഴുതിയ ഒരാള് എന്നുള്ള നിലയിൽ എന്താണ് നിരഞ്ജന് അവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? കെമിസ്ട്രി NCERT നല്ലപോലെ വായിക്കാം. അതാണ് കെമിസ്ട്രി NCERTക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, കൊടുക്കണം. ആൻഡ് വാട്ട് അബൌട്ട് ഫിസിക്സ് ആൻഡ് മാത്സ്? ഫിസിക്സിനും മാത്സിനും പ്രോബ്ലം സോൾവിംഗ് ആണ്. മാത്സിന് കുറച്ച് ടൈം ബൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ഇപ്പൊ മോൻ ആ ഒരു ടൈം ബൗണ്ടിൽ ഒന്ന് മാത്സ് ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട് മോൻ ചെയ്ത വഴികൾ എന്തൊക്കെയായിരുന്നു? മാത്സിന് കൂടുതൽ ടൈം എക്സാമിൽ നമുക്ക് കൊടുക്കാൻ നോക്കണം. ഒരു 180 മിനിറ്റ്സ് ഉള്ള എക്സാമിൽ ഒരു 100 to 90 മിനിറ്റ്സ് മാത്സിന് കൊടുക്കാൻ നോക്കണം. അതുകൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോക്ക് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ടൈം എപ്പോഴും അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും അല്ലെ?
യെസ്, അപ്പൊ ജെഇ അഡ്വാൻസ് അപ്പിയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ആ ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ജെഇ അഡ്വാൻസ് തുടങ്ങി ഇപ്പൊ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുക. മെയിൻസിന്റെ പോർഷൻ ഇല്ലാത്തത് അഡ്വാൻസിലുണ്ട്, അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കാണ് കോൺസെൻട്രേഷൻ നന്നായിട്ട് കൊടുക്കുന്നത് അല്ലെ? അതെ. യെസ്, ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതും ജെഇ മെയിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. നല്ല രീതിക്ക് പഠിക്കണം അല്ലെ? അപ്പൊ ആ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് കൊണ്ടുപോവുക. ഇതുപോലെ തന്നെ ജെഇ അഡ്വാൻസിന് നല്ല അടിപൊളി ഒരു സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. ആൻഡ് മോൻ സ്വപ്നം കണ്ട IIT ബോംബെയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കട്ടെ, CS-ൽ തന്നെ അല്ലെ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇനിയും ഉയരങ്ങളിലെത്താം കേട്ടോ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.